വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നട്ട്സിൻ്റെ കേക്ക് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നല്ല ഒന്നന്തരം കേക്ക് പോപ്സ് കണ്ടാൽ ആർക്കും ഒന്ന് കഴിക്കണമെന്ന് തോന്നും. ഇത് നമുക്ക് ബർത്ത്ഡേക്കും എന്തെങ്കിലും ഫംഗ്ഷനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡെക്കറേഷൻ ഐറ്റം കൂടിയാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ: ഒരു പകുതി നട്ട്സ് കേക്ക്, ആപ്രിക്കോട്ടിൻ്റെ ജാം വേണം, പിന്നെ നമുക്ക് കുറച്ച് ഗ്ലേസ്, അത് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗ്ലേസ് ആവും, അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ഐസിങ്ങിന് ഉപയോഗിക്കുന്ന വൈറ്റ് ഗ്ലേസ്, പിന്നെ കുറച്ച് ഷുഗർ പേളുകൾ വേണം നമുക്ക് അതിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനായിട്ടാണ്. പിന്നെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച്, നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ ലോലിപോപ്പ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ സ്റ്റിക്ക് നമുക്ക് ഈ കേക്ക് പോപ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടെ നമുക്കിവിടെ വേണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഈ കേക്ക് കൈ കൊണ്ടൊന്നിങ്ങനെ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉതിർത്തെടുത്ത ശേഷം നമ്മൾ അതിനകത്തോട്ട് ജാം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ജാം യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആപ്രിക്കോട്ടിൻ്റെ ജാമാണ്. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോബെറിയുടെ ജാമും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ജാം ഇതിനകത്തോട്ട് ചേർത്ത്, അത് ഒരുപാട് ഇട്ട് കൊടുക്കരുത്, ഓരോ ടേബിൾ സ്പൂൺ വെച്ച് നമ്മൾ ആഡ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. നമുക്ക് ഇത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ജാമും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ കേക്ക് പോപ്സിനുള്ള ചെറിയ ചെറിയ ഉരുളകളെല്ലാം ഇവിടെ റെഡിയാക്കി. ഇനി നമുക്ക് ആ സ്റ്റിക്ക് എടുത്തിട്ട് നമ്മുടെ ഈ ഗ്ലേസിനകത്തൊന്ന് മുക്കി അത് ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്നിങ്ങനെ കുത്തി വെക്കണം. അതിനുശേഷം നമ്മളത് കുറച്ച് സമയം തണുപ്പിച്ചെടുക്കണം. അപ്പോൾ അതൊരു ശരിക്കും ഒരു ഹോൾഡർ പോലെ ഇവിടെ ആക്ട് ചെയ്യാണ്. അപ്പം നമുക്ക് ഇഷ്ടം അനുസരിച്ച് ഷുഗറിൻ്റെ ഫ്രോസ്റ്റിങ് അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒക്കെ വെച്ച് നമ്മൾ ഇങ്ങനെ ഇതെല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഇത് ഫ്രിഡ്ജിനകത്തോട്ട് കുറച്ച് സമയം വെക്കും. ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോഴത്തേക്കും ഇത് തണുത്ത് ഇത് കട്ടിയാവും. അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള ശരിക്കുള്ള ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നതും ഡെക്കറേഷൻ ചെയ്യുന്നതും ഒക്കെ. അപ്പം ഇത് 10 മിനിറ്റ് ഇപ്പം ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചതിന് ശേഷം വെളിയിലെടുത്തതാണ്. അപ്പം നമുക്ക് കാണാം ഈ സ്റ്റിക്കൊക്കെ ഇവിടെ നന്നായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ശരിക്കുള്ള ഐസിങ്ങും ഡെക്കറേഷൻസും ഒക്കെ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ കേക്ക് പോപ്പ് ഞാൻ ഈ ഗ്ലേസിനകത്തോട്ട് മുക്കി നന്നായിട്ടൊന്ന് അതിൻ്റെ എക്സ്ട്രാ വരുന്ന ആ ഗ്ലേസൊക്കെ നമ്മളതൊന്ന് ഒലിച്ച് പോകത്തക്ക രീതിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അത് നല്ലപോലെ വെറ്റായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ വേണം അത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ കേക്ക് പോപ്പ് ഞാനിവിടെ റെഡിയാക്കി. അതുപോലെ ഇനി ബാക്കിയുള്ള കേക്ക് പോപ്സും ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുകയാണ്.
നമുക്ക് മറ്റൊരു തരത്തിലുള്ള ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 2 ഗ്ലേസുകളും തമ്മിൽ ഒന്ന് മിക്സ് ചെയ്യുവാണ്. എന്നിട്ട് അതിനകത്ത് നമുക്ക് മുക്കിയെടുത്താൽ ഇപ്പം എന്താ പറയുന്നത്, നല്ല ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് പോപ്സ് ഒക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് കുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഏതെങ്കിലും നട്ട്സ് കേക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ അടിപൊളി കേക്ക് പോപ്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഹേസൽ നട്ടിൻ്റെയോ അല്ലെങ്കിൽ ബദാമിൻ്റെയോ ഒക്കെ കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു കേക്ക്, അതായത് ഒരു ഹേസൽ നട്ട് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു കേക്കിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. അപ്പം നിങ്ങൾക്കത് നോക്കിയിട്ട് ഇതുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിതിന് ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇനിയും എൻ്റെ പുതിയ വീഡിയോകൾ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.